ഇസാഫ് ഫൗണ്ടേഷനും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അൽസിമേഴ്സിനെയും ഡിമെൻഷ്യയെയും അറിയുക എന്ന ഉദ്ദേശത്തോടെ തിരൂരിൽ ഡിമെൻഷ്യ അൽസിമേഴ്സ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. തിരൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് സജ്ന ഉദ്ഘാടനം ചെയ്തു. ഇസാഫ് ഫൗണ്ടേഷൻ സീനിയർ പ്രോഗ്രാം കോർഡിനേറ്റർ അബ്ദുൽ മജീദ് സി അധ്യക്ഷനായിരുന്നു. ഭാസ്കരൻ മാഷ് പറയാണത്രേ, ഇനിയും വരണം, ഇതുപോലുള്ള പാട്ടുകൾ എനിക്ക് പാടിത്തരണം. ആരാണ് എഴുതിയതെന്നൊന്നും അറിയില്ല, പക്ഷെ നല്ല ഇന്നത്തെ പ്രത്യേകത നീ മറന്നുപോയില്ലെന്ന് ഭാര്യ നമ്മോട് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ നേടിയെടുത്ത നമ്മുടെ അംഗീകാരങ്ങൾ, നമ്മുടെ സ്ഥാനമാനങ്ങൾ, ഇതൊക്കെ ഒരു ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുകയാണ്. താങ്ക് യു. സമൂഹത്തിലെ ഡിമെൻഷ്യ അൽസിമേഴ്സ് രോഗങ്ങളുടെ എണ്ണം ക്രമാതീതമായി കൂടിവരുന്ന സാഹചര്യത്തിൽ അതിനെതിരെ പൊതുജനങ്ങളിലും യുവാക്കളിലും വയോജനങ്ങളിലും രോഗപ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണത്തിനും ഒറ്റപ്പെട്ടുപോയ അൽസിമേഴ്സ് ഡിമെൻഷ്യ രോഗികളെ ചേർത്തു നിർത്തുന്നതിനും വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രശസ്ത സൈക്കാട്രിക് സോഷ്യൽ വർക്കർ വൈഷ്ണ ബോധവൽക്കരണ ക്ലാസ് എടുക്കുകയും മുതിർന്നവരുടെയും യുവാക്കളുടെയും സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു. ഇവരുടെ പേരും ഇവർക്ക് ഇഷ്ടമുള്ള ഒരു വസ്തുവിന്റെ പേരും പറയും. ഇവർ 5 പേരും ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടി കുറച്ച് പൈസയൊക്കെ കൊടുക്കുന്ന സംവിധാനം മാത്രമായിരുന്നു. പിന്നീട് അത് വളർന്ന് പന്തലിച്ച് മൈക്രോ ഫിനാൻസ് ആവുന്നതും ഈ ബാങ്കായി നിലനിൽക്കുന്നു. ഇപ്പോൾ ആ സ്റ്റേജിൽ എത്തുന്നത്. തിരൂർ നഗരസഭാ കൗൺസിലർ അനിത കല്ലേരി, KSSPU ജില്ലാ കമ്മിറ്റി മെമ്പർ രവീന്ദ്രൻ VC, ഇസാഫ് ഫൗണ്ടേഷൻ സീനിയർ മാനേജർ കൃഷ്ണകുമാർ, ഇസാഫ് സ്മാൾ ഫിനാൻസ് ബാങ്ക് ഒഫീഷ്യൽ ഗിരീഷ്, ഷി അക്കാദമി ഡയറക്ടർ പാഷ ഷുക്കൂർ, KSSPU തിരൂർ കൺവീനർ സുന്ദർ, KSSPU പ്രതിനിധി സലാം എന്നിവർ സംസാരിച്ചു. യുവാക്കളും വയോജനങ്ങളും അടക്കം 85ഓളം പേർ പരിപാടിയിൽ പങ്കെടുത്തു.